പറഞ്ഞിട്ട് കുറെ നാളായി ടൊറന്റോ പ്രീമിയം ഔട്ട്ലെറ്റിലേക്ക് ഒന്ന് പോണെന്ന് വിചാരിക്കുന്നു. നോക്കിയിരുന്ന് അവസാനം ഇന്നാണ് ആ ദിവസം ഒന്ന് ഒത്തു വന്നത്. പണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോണത് പോലെ ഇപ്പൊ പറ്റില്ല. ലൈഫിൽ മൂന്നാമതൊരാൾ കൂടി വന്നപ്പോൾ എല്ലാ കാര്യത്തിലും അവൾക്കായി പ്രയോറിറ്റി. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാനുള്ള പ്യൂരിയും സ്നാക്കും എടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാറൊന്ന് നീങ്ങി തുടങ്ങിയപ്പോഴേക്ക് തന്നെ അവള് കിടന്നുറങ്ങിട്ടോ. അത്യാവശ്യം നല്ല വെതറാണിന്ന്, വലിയ ട്രാഫിക്കും കാണുന്നില്ല. മഞ്ഞൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയപ്പോൾ തന്നെ മനസ്സിനൊരാശ്വാസം. ഇനി കുറച്ചു മാസങ്ങൾ സൂര്യൻ ഇതുപോലെ വെട്ടിത്തിളങ്ങി നിൽക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ഇന്ന് സൺഡേ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും മേലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്കിങ്ങിന് വേണ്ടി എല്ലാ ഫ്ലോറും കയറി ഇറങ്ങി വീണ്ടും ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങി അവസാനം ഒരു സ്പോട്ട് ഒപ്പിച്ചു. ഇന്നേ വരെ പാർക്കിങ്ങിന് വേണ്ടി ഇത്രയും അലയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അത്രയും സമയം പോയി കിട്ടി. ലഞ്ച് അവിടെ നിന്നാക്കാന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് പവലിയനിലേക്ക് വിട്ടു. ഓർഡർ ചെയ്ത ഐറ്റം ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. 2-3 ഷൂ കടകളിൽ കയറി പതിവ് പോലെ എല്ലാം എടുത്തു നോക്കി അതേപോലെ തിരിച്ചു വെച്ചിട്ട് കടയിൽ നിറങ്ങി. പിന്നെ കാർട്ടേഴ്സിൽ കയറി അല്ലുവിന് 1-2 സമ്മർ വേസ് എടുത്തു. ചില കാര്യങ്ങൾ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പോയാൽ ഭംഗിയായി നടക്കാറുണ്ടെന്ന് പറയാറില്ലേ? അതേപോലെ ഇന്ന് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം സംഭവിച്ചു. തൊട്ടു മുന്നിൽ ക്ലേസ് കണ്ടപ്പോൾ അവിടെ കയറി ഒന്ന് ഇയർ പിയേഴ്സിങ്ങിന്റെ കാര്യം തിരക്കാന്ന് കരുതി. ഒടുവിൽ കാത് കുത്താൻ തന്നെ തീരുമാനിച്ചു. ഇവളുടെ കാത് കുത്തുമ്പോൾ ഞാനൊരു കടുക്കനടിക്കുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. ടെൻഷനൊന്നും ഇല്ലാതെ ഭാവിച്ച് ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുത്തു. ഒടുവിൽ അച്ഛനും മോളും കാത് കുത്തി. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോഴേക്ക് തന്നെ അത്യാവശ്യം ടൈം ആയിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഡിന്നർ കഴിക്കാൻ നേരെ റിഡ്ജ്വേ പ്ലാസയിലേക്ക് വിട്ടു. അവിടെ അഫ്ഗാൻ ഗ്രില്ലിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ അവിടുന്ന് അല്ലുവിനുള്ള ഡിന്നർ കൊടുത്ത് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ അത്രയേ ഉള്ളൂ. ഫോളോ മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വൺ.